അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വലിയ ബറക്കത്തും വലിയ ഇസ്സത്തുമുള്ള ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്നാമത്തേത് ഞാൻ വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ്. ഒന്നാമത്തെ അടയാളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തഖ്വ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷ്മമായി ജീവിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക പോലുമില്ല. നമുക്കതിന് നേരവുമില്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് തഖ്വ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം ചെയ്യുന്ന ഇബാദത്തുകൾ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതിലൊന്നും നമുക്കെന്തില്ല, ഇഖ്ലാസ് ഇല്ല. അതൊന്നും തഖ്വയോടുകൂടെ ചെയ്യുന്നില്ല. നാം നല്ലപോലെ നമസ്കരിച്ചിരുന്ന നമ്മൾ, ഖുർആൻ ഓതിയിരുന്ന നമ്മൾ, ഇപ്പോൾ അതിനൊന്നും നാം സമയം കണ്ടെത്താറുകയും ഇല്ല. ഇനി ഉണ്ടായാൽ തന്നെ അത് ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ്, അല്ലേ? ചില ആളുകൾ ഒളു എടുക്കുമ്പോൾ, പള്ളിയിലൊക്കെ വരുമ്പോൾ ഒളു കണ്ടാൽ മനസ്സിലാകും അവൻ ആർക്ക് വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നു എന്നുള്ളത്. സൂക്ഷ്മത, തഖ്വ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക, അതാണ് ഒന്നാമത്തെ അടയാളം. നിസ്കാരമൊക്കെ ആർക്കോ വേണ്ടി വല്ലപ്പോഴൊക്കെ നിസ്കരിക്കുന്നു, അതല്ലാതെ എനിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ ആഗ്രഹിച്ച്, അല്ലേ? അങ്ങനെയാണ് നാം നിസ്കരിക്കേണ്ടതും നോമ്പ് നോൽക്കേണ്ടതും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ ഇപ്പം നമുക്കതിനൊന്നും നേരമില്ല. നമസ്കരിക്കാനുമില്ല. തോന്നുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്നു, തോന്നുമ്പോൾ ഖുർആൻ ഓതുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒന്നിനോടും ഒരു താല്പര്യവും ഒരു ഇൻട്രസ്റ്റും നമുക്കില്ല. നമ്മുടെ തഖ്വ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, അവർ വിശ്വസിക്കുകയും അതുപോലെ തന്നെ റബ്ബിനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ മേൽ ബറക്കത്തിനെ നാം ധാരാളം ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. അള്ളാഹു പറയുന്നുണ്ട്. നമുക്ക് അള്ളാഹുവിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ മറന്നുപോയി. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക നാം മറന്നു പോവുകയാണ്. നമ്മുടെ നിസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ഖുർആൻ, ഇതെല്ലാം നാം മറന്നു പോവുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലെ നമ്മൾ പഴയ കാലത്തൊക്കെ എന്തൊരു റാഹത്തായിരുന്നു. നിസ്കരിക്കാനും ഖുർആൻ ഓതാനും തസ്ബീഹ് ചൊല്ലാനൊക്കെ വളരെ വളരെ മുന്നിലായിരുന്നു. അതിനൊക്കെ ഒരുപാട് വലിയ താല്പര്യത്തിലായിരുന്നു നാം ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ നാം മറന്നു പോകുന്നത്. നാം സ്വന്തം നമ്മുടെ ഖൽബിനോട് ചോദിക്കുക, എൻ്റെ അവസ്ഥ എന്താ? എൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താ? ഞാൻ എന്ത് ചെയ്താലും എല്ലാം ഒരു നല്ല നിലക്ക് അവസാനിക്കുന്നില്ല, ഒന്നിലും ഒരു ബർക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് സ്വന്തം ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ തഖ്വ കുറയുന്നത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് നല്ല ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഈമാനും ഇഹ്സാനും അള്ളാഹു നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. രണ്ടാമത്തെ കാര്യം, ഹലാലായ വഴികളിലൂടെ സമ്പാദിച്ചിരുന്ന നാം ഇപ്പോൾ ഹലാലാണോ ഹറാമാണോ ഒന്നും നമുക്കറിയേണ്ടതില്ല. നമുക്ക് പൈസ കിട്ടിയാൽ മതി, നമുക്ക് എങ്ങനെയും വേണ്ടില്ല, അങ്ങ് ജീവിച്ചാൽ മതി. അതിന് പൈസ വേണം. അതുണ്ടാക്കുന്ന രീതി, അതുണ്ടാക്കുന്ന രൂപം, അത് ഹലാലാണോ ഹറാമാണോ ഒന്നും നാം ശ്രദ്ധിക്കാറില്ല. ഹലാലല്ലാത്ത മാർഗത്തിൽ നാം സമ്പാദിച്ച് ആ പൈസ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ഇവരൊക്കെ അത് ഭക്ഷിക്കുമ്പോൾ, ഹറാമായ ഭക്ഷണം അവർ കഴിക്കുമ്പോൾ നമ്മുടെ ദുആ പോലും സ്വീകരിക്കുകയില്ല, അല്ലേ? ഹറാമായ ഭക്ഷണം നമ്മുടെ വയറ്റിലുണ്ടെങ്കിൽ നാം എത്ര ദുആ ചെയ്താൽ പോലും ആ ദുആഇന് ഉത്തരമില്ല. നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ വാഹനങ്ങൾ, നാം ജോലി ചെയ്യുന്ന എല്ലാ മേഖലയിലും ബറക്കത്തിന് അല്ലാഹു എടുത്തു കളയുന്നതാണ്, അല്ലേ? നമുക്കറിയാം, ചില ആളുകൾ പലിശയുമായൊക്കെ ബന്ധപ്പെട്ട് സുബ്ഹാനല്ലാഹ്
എത്ര ആളുകൾ നമ്മുടെ അറിവിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് പലിശക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ കുറേ സമ്പാദിച്ച് പാവങ്ങളുടെ കണ്ണീര്, ആ പൈസ കൊണ്ട് നമുക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. എത്ര പലിശക്കാരാണ് അവസാനം കുത്തുവാള എടുത്തത് അല്ലേ? ആദ്യമൊക്കെ നല്ല സുഖമായിരിക്കും, നല്ല റാഹത്തായിരിക്കും, പക്ഷെ പിന്നീട് അവരുടെ ഒക്കെ അവസാനം എന്തായിത്തീരും? വളരെ പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാള എടുക്കേണ്ട അവസ്ഥയാണ്. അതെന്തുകൊണ്ടാണ്? ബറക്കത്തില്ലാത്ത സമ്പത്താണ് അവൻ്റെ കയ്യിലുള്ളത്. അവൻ ഹലാലായ രൂപത്തിലല്ല അവൻ സമ്പാദിച്ചത്, ഹറാമിലൂടെ സമ്പാദിച്ചത്. നാം എവിടെയും എത്തുകയുമില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്തിനെ അള്ളാഹു എടുത്തു കളയുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത്, ഇടപാടുകളിൽ സത്യസന്ധത കുറയുക. ഇടപാടുകളിൽ സത്യസന്ധത കുറയുക, കള്ളസത്യം ചെയ്യുക, അതുപോലെ കള്ളക്കച്ചവടം നടത്തുക, അതിലൊന്നും ഒരു ബറക്കത്തുണ്ടാവില്ല. മറ്റുള്ളവനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ അല്ലേ, അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുമ്പോൾ കുടുംബത്തിലായാലും ഏത് മേഖലയിലായാലും നമ്മൾ കള്ളസത്യം ചെയ്യുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് അവന് വേണ്ടി കള്ളസത്യം ചെയ്യുക. നമുക്കറിയാം ഞാൻ പറയുന്നത് കള്ളസത്യമാണെന്ന്, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയൊക്കെ കള്ളസത്യം ചെയ്യുക. പൊന്നുമക്കളെ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബറക്കത്തും ഒക്കെ അള്ളാഹു എടുത്തു കളയുന്നതാണ്. നമ്മുടെ ജീവിതം ബറക്കത്തില്ലാത്ത ജീവിതമായി പോവുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കള്ളക്കച്ചവടം നടത്തുന്ന ആളുകളുണ്ടാവും, ഒരു കാര്യമില്ല അതുകൊണ്ട് അല്ലേ, ഒരിക്കലും നമ്മൾ വിജയിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ തുടക്കത്തിലൊക്കെ നല്ല രസമായിരിക്കും, നല്ല സുഖമായിരിക്കും, പക്ഷെ പിന്നീട് ഖേദിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. ആമീൻ. നാലാമത്തെ കാര്യം, നല്ല കാര്യങ്ങളൊക്കെ നാം എപ്പോഴും പിന്തിപ്പിക്കുക. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വിശാലമായിട്ട് മുന്നേ ക്ലാസ് എടുത്തിരുന്നു. നല്ല നല്ല കാര്യങ്ങൾ പിന്തിപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നിസ്കാരം. ളുഹർ ബാങ്ക് കൊടുത്താൽ നമ്മളെന്താ ചിന്തിക്കുക? അസർ വരെ സമയമുണ്ട്, നിസ്കരിക്കുക. ഒരു കാരണവും കൂടാതെ നല്ല നല്ല കാര്യങ്ങൾ നാം ഇങ്ങനെ പിന്തിപ്പിച്ചു കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, അസർ ബാങ്ക് കൊടുത്താൽ മഗ്രിബ് വരെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കാത്തു നിൽക്കുക. പിന്നെയോ ഈ മഗ്രിബ് ബാങ്ക് കൊടുത്താലോ ഇശാ വരെ സമയമുണ്ട്. ഇശാഇൻ്റെ കാര്യം പിന്നെ പറയണ്ട, സുബഹി വരെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ സുബഹിക്ക് കുറച്ച് മുമ്പ് എഴുന്നേറ്റിട്ട് ഇശാ നിസ്കരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നമ്മുടെ നിസ്കാരത്തിലൊന്നും ഒരു ശ്രദ്ധയില്ലാതെ, അതിലേക്കൊരു ഗൗരവം കൊടുക്കാതെ, അള്ളാഹുവിനെ മറന്ന് നിസ്കാരത്തിന് ഒരു ശ്രദ്ധയും കൊടുക്കാതിരിക്കുക. അതിങ്ങനെ പിന്തിപ്പിക്കുക. ജുമാ ആണെങ്കിൽ എന്താ, ആ ബാങ്ക് കൊടുത്ത് ഇനി ഖത്തീബിൻ്റെ ഖുതുബയുണ്ടല്ലോ, പ്രസംഗമുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ടില്ല നിസ്കാരം. ആ നിസ്കാരത്തിലേക്ക് നമുക്ക് എത്തിയാൽ മതി. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ജുമാ പോലും ഇല്ലല്ലോ. 4 റക്അത്തല്ലേ ളുഹർ നമസ്കാരം, ജുമാക്ക് 2 റക്അത്തല്ലേ സുന്നത്ത്, 2 റക്അത്തല്ലേ നിസ്കാരം, ഫർളായി നമ്മുടെ ജുമാ നമസ്കാരം 2 റക്അത്ത്. ആ ബാക്കി 2 റക്അത്ത് അവിടെ പോയി, അത് ഖുതുബയാണ് ആ 2 റക്അത്ത് നിസ്കാരം. അപ്പോൾ ഖുതുബക്ക് മുമ്പേ പള്ളിയിലെത്തണമെന്ന് നമുക്കൊക്കെ അറിയാം, അറിയാത്ത ഒരാളും ഇവിടെ ഇല്ല. എന്നിട്ടും നാം അതിങ്ങനെ പിന്തിച്ച് കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തുമില്ല. സലാം വീട്ടിയ ഉടനെ ഓടിച്ചാടി എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. കച്ചവടമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ട്, ബിസിനസ്സുണ്ട്, മറ്റുള്ളവരുമായി കൂടിക്കാഴ്ചയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓടിപ്പോകുന്നു. പ്രാർത്ഥിക്കാൻ പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ കരങ്ങളെ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ പോലും നമുക്ക് സമയമില്ല. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ അതിനാമീൻ പറയാൻ പോലും നമുക്ക് നേരമില്ല. അള്ളാഹു കാക്കട്ടെ. ജീവിതത്തിൽ ബറക്കത്ത് പാടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഉയർത്തിക്കളയുകയാണ്. 5-ാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ തിരുസുന്നത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സുന്നത്തുകളൊക്കെ നാം നഷ്ടപ്പെടുത്തുന്നു അല്ലേ? ഭക്ഷണത്തിനോടൊരു മര്യാദയില്ല. നമ്മുടെ വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അല്ലേ? മാതാപിതാക്കൾ, കുട്ടികളൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയാണെങ്കിൽ മാഷാ അല്ലാ, ആ വീടാണ്
ഏറ്റവും നല്ല ബറക്കത്തുള്ള വീടെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടോ? തോന്നിയതുപോലെയാണ്. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടായാൽ പോലും പലർക്കും പല ടൈമാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നേരമില്ല. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണ വീട്, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, കുടുംബ ഫംഗ്ഷനിലൊക്കെ പോയാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ഭക്ഷണം വിളമ്പി തന്ന നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് എത്ര ഭക്ഷണമാണ് നാം വേസ്റ്റാക്കി കളയുന്നത്. നിനക്ക് വേണമെങ്കിൽ വയറ് നിറച്ച് നീ കഴിച്ചോളൂ, പക്ഷേ ഒരിക്കലും അത് വേസ്റ്റാക്കി കളയരുത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂത്രത്തിൽ വീണ ഒരു വറ്റ് അവിടുന്ന് അത് വൃത്തിയാക്കിയിട്ട് കഴിച്ചിരുന്നുവെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും സൂക്ഷ്മത വേണം നമുക്ക്. എത്ര ഭക്ഷണങ്ങളാണ് കല്യാണത്തിൻ്റെ പേരിലും മറ്റു ഫംഗ്ഷനിൻ്റെ പേരിലും നാം വേസ്റ്റാക്കി ആ ഭക്ഷണം നമ്മൾ കളയുന്നു. ഒരുപാട് പാവപ്പെട്ടവരെ കണ്ടിട്ടില്ലേ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഈ അഴുക്ക് ജാലിൽ നിന്നൊക്കെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു, വിശന്നിട്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട്. നമുക്ക് എത്ര ഭക്ഷണങ്ങൾ അള്ളാഹു തന്നു, എത്ര അനുഗ്രഹമാണ് മക്കൾ അള്ളാഹു നമുക്ക് തന്നത്. അതെല്ലാം മതിമറന്ന് അള്ളാഹുവിനെ ഓർക്കാതെ തഖ്വയൊക്കെ നഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ വേസ്റ്റാക്കി കളയുന്നൊരവസ്ഥ. നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിലും എത്ര ഭക്ഷണം, നമ്മുടെ ഭർത്താവ് ബാക്കി വെച്ച ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ കിട്ടാൽ പോരെ സുഹൃത്തെ? അതല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഉമ്മ, ആരും ആവട്ടെ, ഇതൊക്കെ ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മളിതൊക്കെ മനസ്സിലാക്കാൻ ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് കഴിച്ചുകൂടെ? എത്ര ഭക്ഷണങ്ങളാണ് നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് വേസ്റ്റാക്കുന്നത്? നമ്മുടെ ഭാര്യ കഴിച്ചതിൻ്റെ ബാക്കി ഭർത്താവ് കഴിക്കാറുണ്ടോ? എത്ര സുന്ദരമാണ്. നമ്മുടെ സ്വന്തം ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കി ഭാര്യ കഴിക്കാറുണ്ട്, കൊണ്ടുപോയി കളയുന്ന എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക? നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ബറക്കത്തുണ്ടാവുക? മാത്രമല്ല, ഇന്നിപ്പോൾ കുറേ സ്റ്റൈലാണ്. ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് അത് സെൽഫി എടുത്തിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? അത് സെൽഫി എടുക്കുക, ഭക്ഷണം പിന്നെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന എത്ര പാവങ്ങളുണ്ടാവും, അവർക്ക് എത്ര കൊതിയുണ്ടാവും മക്കളെ. ഈ ഭക്ഷണം സ്റ്റാറ്റസ് ഒരിക്കലും വെക്കരുത്. പെരുന്നാളായാലും എന്ത് ഫംഗ്ഷനായാലും റെസ്റ്റോറൻറ്റിൽ ഫ്രണ്ട്സുമായി പോയാലും ഒരിക്കലും ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യരുത്, ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കരുത്. അത് ശരിയല്ല. നമ്മളിങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന എത്ര ആൾക്കാർ സ്റ്റാറ്റസ് കാണുന്നു, അവരെത്ര വേദനിക്കുന്നു. നല്ലൊരു ഭക്ഷണം കിട്ടാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഇത്ര ആളുകളുണ്ട്. പിന്നെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്ന രീതി എങ്ങനെ? ഒരു കയ്യിൽ ഇങ്ങനെ ഫോണുണ്ടാവും അല്ലേ? ഒരു കയ്യിൽ ഫോൺ നോക്കി ചോറിങ്ങനെ കഴിക്കും നമ്മൾ, ഭക്ഷണം വെള്ളവും കുടിക്കുന്നു, ഒന്നും അറിയുന്നില്ല, എങ്ങനെ കഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഭക്ഷണത്തോട് ചെയ്യുന്ന പിന്നെ മര്യാദകളാണോ ഇതൊക്കെ? പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിച്ചിരുന്നു അല്ലേ? നമ്മുടെ ഉമ്മ, നമ്മുടെ ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ചിരുന്നു. നാം എത്ര പേര് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? എങ്ങനെയാണ് പിന്നെ ബർക്കത്തുണ്ടാവുക? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്തെടുത്ത് കളയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു കാക്കട്ടെ, ആമീൻ. പിന്നെ ആറാമത്തത് സുബ്ഹാനല്ലാഹ്, ഖുർആൻ പാരായണം കുറയുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. സുബഹി നമസ്കരിച്ച് കഴിഞ്ഞാൽ ഖുർആൻ ഓതിയിരുന്ന കാലം ഇപ്പോൾ സുബഹി പോലും നമസ്കരിക്കാറില്ല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ കുഞ്ഞു മക്കളോടൊക്കെ വല്യമാരും ഉമ്മമാരൊക്കെ പറയും, ഡാടാ അതൊക്കെ എടുത്ത് വെച്ച് കളിയൊക്കെ മാറ്റുക, ഇപ്പം മഗ്രിബിൻ്റെ സമയം, ഇശാ വരെ പിന്നെ ഖുർആൻ ഓതിക്കോളി, സ്വലാത്ത് ചൊല്ലിക്കോളി, ദിക്റ് ചൊല്ലിക്കോളി, മൗലിദ് ഓതിക്കോളി എന്നൊക്കെ ഉപദേശിച്ചിരുന്നു അല്ലേ? ഇന്നിപ്പോൾ എല്ലാവരും മൊബൈലിലാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് പോലും സംശയമാണ്. ചില വീടുകളിൽ ഖുർആൻ പോലും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഒരു മൗലിദ് കിതാബില്ലാത്ത എത്ര വീടുകളുണ്ട്? അതൊക്കെ ഒന്ന് വാങ്ങി വെച്ചാൽ എന്താ? സുബ്ഹാനല്ലാഹ്. ഖുർആൻ നമ്മുടെ ഷോക്കേസിലോ അല്ലെങ്കിൽ അലമാരയുടെ മുകളിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. പൊന്നുമക്കളെ, അങ്ങനെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഖുർആനോത്. മനസ്സിന് സമാധാനം കിട്ടും. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടോ, എത്ര വലിയ പ്രതിസന്ധികളുണ്ടോ, എത്ര വലിയ സിഹറുകളുണ്ടോ, എത്ര വലിയ കടങ്ങളുണ്ടോ, നിങ്ങൾ ഖുർആനോത്. ഖുർആൻ ഓതിയിട്ട് അള്ളാഹു തരുന്ന പ്രതിഫലം ഉണ്ടല്ലോ, അത് വേറൊന്നിനും അള്ളാഹു തരുന്നില്ല. ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് ഖുർആനാണ്. ആ ഖുർആൻ നോക്കി ഓതാൻ നമ്മളൊക്കെ ശ്രമിക്കുക. ഖുർആൻ കാണാതോതിയാൽ ഫലമായിരം, അത് നോക്കിയോതലിലുണ്ടടോ 2000. നമുക്ക് യാസീൻ അറിയാം, അതല്ലെങ്കിൽ മറ്റുള്ള സൂറത്തുകൾ ദിവസം ഓതുന്ന സൂറത്ത് മുൽക്ക് അറിയാം, വാഖിയ അറിയാം, ദുഖാൻ അറിയാം. അപ്പം നമ്മളിങ്ങനെ കാണാതോതുക.
കാണാതൊതിയാലും ഫലം തന്നെ, പക്ഷേ അത് നോക്കി ഓതുമ്പോൾ അതിന് വലിയ ഫലമാണ്. 2000 പ്രതിഫലമാണെന്ന് തഴവ ഉസ്താദിൻ്റെ ബൈത്തിലൂടെ പറയുന്നുണ്ടല്ലോ. എന്നിരുന്നാലും ഖുർആൻ കുറഞ്ഞു വരിക, ഖുർആൻ പാരായണം കുറഞ്ഞു വരുന്ന വീട്ടിൽ ഒരു ബറക്കത്തും ഉണ്ടാവുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മഗ്രിബ്, പ്രത്യേകിച്ച് മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ സുബഹി സമയത്ത് നിസ്കരിച്ച് ഉറങ്ങാതെ കിടന്നുറങ്ങരുത്. ഒരിക്കലും അവിടെ ബറക്കത്തുണ്ടാവില്ല. ഉറങ്ങാതെ കിടന്നതല്ല, നിസ്കരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരിക്കലും കിടന്നുറങ്ങരുത്. സുബ്ഹാനല്ലാഹ്. ആ വീട്ടിൽ ബറക്കത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും, അള്ളാഹു എടുത്ത് കളയും. ഖുർആൻ ഓതാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മളും മക്കളും എല്ലാവരും ഖുർആൻ ഓതുക, തസ്ബീഹ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ബറക്കത്തില്ലാത്ത വീടുകളുടെ അടയാളം, ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കൽ വളരെ ഉത്തമമാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്. അത് കാണാത്തവർ കാണാം. ആ സമയത്ത് കമൻറ്റിലൂടെ പലരും ചോദിച്ചു, ഉസ്താദെ മാറി താമസിക്കാൻ ഒരു നിർവാഹമില്ല, വേറെ വീട്ടിലേക്ക് എങ്ങനെ മാറുക, അതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ, ബുദ്ധിമുട്ടല്ലേ, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. അവരോടൊക്കെ പറയുന്നത് വീടുകളിൽ ഖുർആൻ ഓതുക, നിസ്കരിക്കുക, സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങരുത്, അസറിന് ശേഷം കിടന്നുറങ്ങരുത്, മഗ്രിബ് ഇശാഇൻ്റെ സമയത്ത് കിടന്നുറങ്ങരുത്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ നമ്മൾ വർദ്ധിപ്പിക്കുക. ഖുർആൻ ഓതുക, ചീത്ത കാര്യങ്ങളൊക്കെ നാം വലിച്ചെറിയുക. വീട്ടിൽ ഖുർആൻ ഓതുക, സന്തോഷങ്ങൾ ഉണ്ടാവുക, സമാധാനത്തിൻ്റെ വഴികൾ, വീട്ടിലിരുന്ന് ഖുർആൻ ഓതി, യാസീൻ ഓതി, മൗലിദ് ഓതി, തസ്ബീഹ് ചൊല്ലി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അള്ളാഹു ബറക്കത്ത് തരട്ടെ. ആമീൻ. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. 7ാമത്തെ അടയാളം, നന്ദി കുറയുക. സൃഷ്ടാവിനോട് നമ്മളൊക്കെ നന്ദിയുള്ളവരാകണ്ടേ. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു തന്ന നിഅമത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്കൊരിക്കലും കഴിയില്ല. എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലേ, സുന്ദരമായി 2 കണ്ണുകളെ തന്നില്ലേ. ആ കണ്ണുകൊണ്ട് നാം എന്തൊക്കെ ചെയ്തു. സുന്ദരമായി നല്ല ചുണ്ട്, അള്ളാഹു 2 ചുണ്ടുകളെ നമുക്ക് തന്നു. ആ ചുണ്ടുകൊണ്ട് നാം എന്തൊക്കെ ചെയ്തു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാവുക. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹു അവനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ അവൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് എങ്ങനെ നന്ദി പറയുക? ധാരാളം ഇബാദത്തുകൾ ചെയ്യുക, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അവൻ ചെയ്യാൻ കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നാം എന്ത് ചെയ്യുക, ജീവിതത്തിൽ കൊണ്ടുവരിക. ചെയ്യണ്ട എന്ന് പറഞ്ഞ വിരോധിച്ച കാര്യങ്ങൾ അതൊന്നും ചെയ്യാതെ സൂക്ഷ്മമായി ജീവിക്കുക. നമുക്കൊന്നുമില്ലെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ പരീക്ഷണം മാത്രമല്ല, നാം ചെയ്യുന്ന ഓരോ തോന്നിവാസങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ തഖ്വയൊക്കെ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അള്ളാഹു നമ്മുടെ ഖൽബിൽ ഇഖ്ലാസ് അള്ളാഹു നൽകട്ടെ, തഖ്വ അള്ളാഹു ഏറ്റി തരട്ടെ, ഈമാൻ അള്ളാഹു ഖൽബിൽ ഊട്ടിയുറപ്പിച്ചു തരട്ടെ. ഇൻഷാ അള്ളാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും വാഹനങ്ങളും കൃഷികളും തൊഴിലുകളും ബിസിനസ്സുകൾ നാമുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നന്മ പ്രചരിപ്പിക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമല്ലേ. എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.